KMIC 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 News 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 നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം KMIC News KMIC News. അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. ഗസയിൽ ഇസ്രായേൽ ആക്രമണം 7ാം ദിവസവും തുടരുന്നു. ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 105 കവിഞ്ഞു. US യുദ്ധക്കപ്പലുകൾ ഗസയിലേക്ക്. എൻഡോസൾഫാൻ ഹാനികരമാണെന്ന് ഒരു സംസ്ഥാനവും അറിയിച്ചിട്ടില്ലെന്ന് വിദഗ്ധ സമിതി. ഫലസ്തീൻ ജനതയോടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുക UAE വിദേശകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള. ന്യൂനപക്ഷ കമ്മീഷൻ സർക്കാർ തീരുമാനം സ്വാഗതാർഹമാണെന്ന് മൈനോറിറ്റി വെൽഫെയർ അസോസിയേഷൻ. ഇസ്രായേൽ ആക്രമണം ഇന്ത്യ ഇടപെടണമെന്ന് സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ. വാർത്തകൾ വിശദമായി. ഗസയിൽ ഇസ്രായേലിന്റെ ആക്രമണം 7ാം ദിവസവും തുടരുന്നു. ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 105 കവിഞ്ഞു. റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ഗസയിലെ 80 കേന്ദ്രങ്ങൾ ഇസ്രായേൽ ബോംബാക്രമണത്തിൽ തകർന്നു. ഇന്നലെ രാത്രി മാത്രം ഇസ്രായേൽ പ്രയോഗിച്ചത് 110 മിസൈലുകളാണ്. സമാധാന ശ്രമങ്ങൾക്കുള്ള രാജ്യാന്തര സമൂഹത്തിന്റെ അഭ്യർത്ഥന മുഖവിലക്കെടുക്കാതെ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കി. ഇന്നലെ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 25 പേരാണ്. ഇതിൽ ഒരു കുടുംബത്തിലെ 11 പേരും 3 കുഞ്ഞുങ്ങളും ഉൾപ്പെടുന്നു. കൊല്ലപ്പെട്ടവരിൽ ഫലസ്തീനുകാരുടെ എണ്ണം 96 ഗസയിലെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ബുധനാഴ്ച തുടങ്ങിയ ആക്രമണത്തിൽ ഇതുവരെ 3 ഇസ്രായേൽ പൗരന്മാർ മാത്രമാണ് കൊല്ലപ്പെട്ടത്. നേരത്തെ സൈനിക കേന്ദ്രങ്ങളും സർക്കാർ ഓഫീസുകളും മാത്രം ലക്ഷ്യമിട്ടിരുന്ന ഇസ്രായേൽ ഇപ്പോൾ ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെയും ആക്രമണം ആരംഭിച്ചിട്ടുണ്ട്. ഔദ്യോഗിക സ്ഥിരീകരണമില്ലെങ്കിലും ഇസ്രായേൽ ഇതുവരെ 1600 മിസൈലുകളും തിരിച്ച് ഇസ്രായേലിന് നേരെ 1000-നടുത്ത് മിസൈലുകൾ ഗസയും പ്രയോഗിച്ചിട്ടുണ്ടെന്നാണ് കണക്കുകൾ. പക്ഷേ ഗസയുടെ ചെറുത്തുനിൽപ്പും ശ്രദ്ധേയമാണ്. കാരണം ഇസ്രായേലിന് നേരെ പ്രയോഗിക്കുന്ന ഓരോ മിസൈലും ഹമാസിന്റെ തന്നെ ഗവേഷകർ വികസിപ്പിച്ചതാണ്. ആദ്യ ഗൾഫ് യുദ്ധത്തിനു ശേഷം ജെറൂസലേമിലും തെൽ അവീഫിലും മിസൈലുകൾ പതിക്കുന്നതും ആദ്യമായാണ്. അതേസമയം യുദ്ധഭീതിക്കു നടുവിൽ US പടക്കപ്പലുകൾ ഗസയിലേക്ക് നീങ്ങുന്നതായി റിപ്പോർട്ട്. ആക്രമണം രൂക്ഷമായാൽ മേഖലയിലെ US പൗരന്മാരെ ഒഴിപ്പിക്കാനാണ് കപ്പലുകൾ അയച്ചതെന്നാണ് US ഭാഷ്യം. എന്നാൽ യുദ്ധത്തിൽ പങ്കെടുക്കാനാണോ ഇവയെന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. USS ഇവോ ജിമ, USS ന്യൂയോർക്ക്, USS ഗൺസ്റ്റോൺ എന്നീ കപ്പലുകളാണ് ഗസ ലക്ഷ്യമാക്കി നീങ്ങുന്നത്. അതേസമയം വെടിനിർത്തലിനുള്ള ഈജിപ്തിന്റെ ശുപാർശ ഇസ്രായേൽ പരിഗണനയ്ക്കെടുത്തേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. എന്താണ് ശുപാർശയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന കാര്യം വ്യക്തമല്ല. എന്നാൽ ഇന്നലെ ജനവാസ കേന്ദ്രങ്ങളിൽ നടന്ന ബോംബാക്രമണത്തിൽ വാർത്താ വിതരണ കേന്ദ്രങ്ങളും ഹമാസിന്റെ പോലീസ് ആസ്ഥാനവും ആക്രമണത്തിൽ തകർന്നു. മേഖലയിലെ ജനങ്ങൾക്ക് ദുരിത പെരുമഴ പെയ്യിച്ചാണ് ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾ ബോംബ് വർഷം നടത്തുന്നത്. കിടപ്പാടം നഷ്ടപ്പെട്ട ആയിരങ്ങൾ വഴിയാധാരമായി. അംഗഭംഗം വന്ന കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൊണ്ട് ആശുപത്രികൾ നിറഞ്ഞു. പരിക്കേറ്റവരെ ചികിത്സിക്കാൻ ആവശ്യമായ ഔഷധങ്ങളുടെ അഭാവം ഗുരുതര പ്രശ്നമായിരിക്കുകയാണ്. തിങ്കളാഴ്ച പുലർച്ചെ 2 മണിക്ക് ഇസ്രായേൽ വ്യോമസേനാ വിമാനങ്ങൾ മുന്നറിയിപ്പ് ആക്രമണം നടത്തിയതിനെ തുടർന്ന് ജനങ്ങൾ വീടുകളിൽ നിന്ന് പലായനം ചെയ്യാൻ ഒരുങ്ങുന്നതിനിടെ വീണ്ടും ശക്തമായ ആക്രമണം നടത്തുകയായിരുന്നു. ഇന്നലെ 80 തവണയാണ് ഇസ്രായേൽ വ്യോമസേന ആക്രമണം നടത്തിയത്.
അതിനിടെ ഫലസ്തീനിലെ പുതിയ സാഹചര്യത്തിൽ അഭിപ്രായ ഭിന്നതകൾ മറന്ന് ഒന്നിക്കാൻ ഫതഹ് ഹമാസ് ഗ്രൂപ്പുകൾ തീരുമാനിച്ചു. ഇന്നലെ വെസ്റ്റ് ബാങ്കിലെ റാമല്ലയിൽ 1000-ഓളം പേർ പങ്കെടുത്ത റാലിക്കു ശേഷമാണ് ഐക്യ പ്രഖ്യാപനം നടത്തിയത്. വർഷങ്ങളായി തുടരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ മറന്ന് യോജിച്ച് പ്രവർത്തിക്കാൻ ഹമാസും ഫതഹും തീരുമാനിച്ചതായി ഫതഹിന്റെ മുതിർന്ന നേതാവ് ജിബ്രീൽ റൌഫിനെ ഉദ്ധരിച്ച് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. ഗസയിൽ കൂട്ടക്കൊലം തുടരുന്ന ഇസ്രായേലിനെതിരെ രോഷാകുലരായ അറബ് രാഷ്ട്രങ്ങൾ യോജിച്ച നീക്കത്തിന് തയ്യാറെടുക്കുന്നു. സമാധാന ശ്രമങ്ങളും വെടിനിർത്തൽ കരാറുകളും കാറ്റിൽ പറത്തി അറബ് ലോകത്തെ രാഷ്ട്രീയ പ്രതിസന്ധികളിൽ നിന്ന് മുതലെടുക്കാനുള്ള ജൂതരാഷ്ട്രത്തിന്റെ നീക്കം തിരിച്ചറിഞ്ഞ് ഒറ്റക്കെട്ടായുള്ള പ്രതിരോധത്തിന് അറബ് രാഷ്ട്രങ്ങൾ ശ്രമം ആരംഭിച്ചു. ഇതിന്റെ ആദ്യപടിയായി അറബ് ലീഗ് സെക്രട്ടറി ജനറൽ നബീൽ അറബിയുടെ നേതൃത്വത്തിലുള്ള അറബ് മന്ത്രിതല സംഘം ഇന്ന് ഗസയിലെത്തും. ശനിയാഴ്ച കൈറോയിൽ അറബ് ലീഗ് വിളിച്ചു ചേർത്ത വിദേശ മന്ത്രിതല സമ്മേളനമാണ് അമേരിക്കൻ പിന്തുണയോടെയുള്ള ഇസ്രായേൽ അതിക്രമത്തെ അപലപിച്ചും ഗസക്കാർക്ക് പിന്തുണ പ്രഖ്യാപിച്ചും ഇത്തരമൊരു സന്ദർശനത്തിന് തീരുമാനമെടുത്തത്. അറബ് രാഷ്ട്രങ്ങളുടെ ഇത്ര വിശാലമായൊരു സംയുക്ത നീക്കം സമീപകാലത്തെ ആദ്യ സംഭവമാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. സംഘത്തിൽ അംഗമായി ചേരുമെന്ന് ഫലസ്തീൻ വിദേശകാര്യമന്ത്രി റിയാദ് മാലിക്കി പ്രസ്താവിച്ചു. അന്തർ സംസ്ഥാന വാഹന മോഷണ സംഘത്തിലെ 4 പേർ വടകരയിൽ പിടിയിലായി. കോഴിക്കോട് റൂറൽ SP TK രാജ്മോഹന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സംഘത്തെ പിടികൂടിയത്. കൊല്ലം ജില്ലയിലെ കണ്ടറ കല്ലുവീട്ടിൽ ജോബി, കൊട്ടക്കര ഗ്യാസ് രാജേന്ദ്രൻ, കോഴിക്കോട് ചെമ്പാലയിലെ P ജയരാജൻ, എരഞ്ഞിപ്പാലം മുതിരോതിത്താടി തോമസ് എന്നിവരാണ് പിടിയിലായത്. കഴിഞ്ഞയാഴ്ച കൽപ്പറ്റയിൽ സെയിൽസ് നിന്നും കളവുപോയ സെയിൽസ് ടാക്സ് വകുപ്പിന്റെ ബൊലറോ വാഹനവും സംഘത്തിൽ നിന്ന് കണ്ടെടുത്തു. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി ഇവർ 20ഓളം വാഹനങ്ങൾ മോഷ്ടിച്ചതായി പോലീസിന് വിവരം ലഭിച്ചു. മുമ്പും വാഹനമോഷണ കേസിൽ ഉൾപ്പെട്ടവരാണ് അറസ്റ്റിലായിരിക്കുന്നതെന്നും പോലീസ് അറിയിച്ചു. എൻഡോസൾഫാൻ ആരോഗ്യത്തിന് ഹാനികരമാണെന്ന നിലപാട് ഒരു സംസ്ഥാനവും അറിയിച്ചിട്ടില്ലെന്ന് വിദഗ്ധ സമിതി സുപ്രീം കോടതിയെ അറിയിച്ചു. എൻഡോസൾഫാൻ 2 വർഷത്തേക്ക് ഉപയോഗിക്കാൻ അനുവദിക്കണമെന്ന് സുപ്രീം കോടതി നിയോഗിച്ച വിദഗ്ധ സമിതി ശുപാർശ ചെയ്തു. 2 വർഷം കൊണ്ട് ഘട്ടം ഘട്ടമായി എൻഡോസൾഫാൻ നിർമ്മാർജ്ജനം ചെയ്യണം. പുതുതായി ഇറക്കുമതി പാടില്ലെന്നും സംസ്ഥാനങ്ങൾക്ക് സ്വന്തം നിലയ്ക്ക് ഉപയോഗം തടയാമെന്നും സുപ്രീം കോടതിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എൻഡോസൾഫാൻ നിരോധനം തുടരുന്ന കാര്യത്തിൽ സുപ്രീം കോടതി തീരുമാനം എടുക്കും. കേസ് ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കും. എൻഡോസൾഫാൻ വിദഗ്ധ സമിതി സർക്കാരിന്റെ നിലപാട് ചോദിച്ചില്ലെന്ന് മന്ത്രി KP മോഹനൻ പറഞ്ഞു. എൻഡോസൾഫാൻ നിരോധനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. VS-നെതിരായ ഭൂമിദാന കേസിൽ അന്വേഷണം പൂർത്തിയായെന്നും കുറ്റപത്രം ഉടനെ സമർപ്പിക്കുമെന്നും സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനാണ് 1-ാം പ്രതി. മുൻ റവന്യൂ മന്ത്രി KP രാജേന്ദ്രനുമടക്കം 5 പ്രതികളാണുള്ളത്. ഉന്നത ഉദ്യോഗസ്ഥരെ പ്രതിസ്ഥാനത്തുനിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ലണ്ടൻ താലിബാൻ ഭീകരതയ്ക്കെതിരെ പോരാടി ജീവന് തന്നെ ഭീഷണി നേരിടേണ്ടി വന്ന പാകിസ്ഥാൻ പെൺകുട്ടി മലാല യൂസഫ്സായിക്ക് ധീരതയുള്ള പുരസ്കാരം. വേൾഡ് പീസ് ആൻഡ് പ്രോസ്പെരിറ്റി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പുരസ്കാരത്തിനാണ് മലാല തിരഞ്ഞെടുക്കപ്പെട്ടത്. സ്വാദ് താഴ്വരയിൽ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടി പ്രവർത്തിച്ചതിന് താലിബാനികളുടെ വെടിയുണ്ടയ്ക്ക് ഇരയായ മലാല ഇപ്പോൾ ലണ്ടനിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മലാല ചികിത്സയിലായതിനാൽ അവരുടെ അഭാവത്തിൽ ഫൗണ്ടേഷൻ ചെയർമാൻ പ്രിൻസ് അലി ഖാനിൽ നിന്ന് ബ്രിട്ടനിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷണർ S സുൽഫിക്കർ ഗർദേസിയാണ് പുരസ്കാരം ഏറ്റുവാങ്ങിയത്. കേരളത്തിലെ ന്യൂനപക്ഷങ്ങളുടെ ഭരണസംഘടനാവകാശങ്ങളുടെ സംരക്ഷണത്തിന് ന്യൂനപക്ഷ കമ്മീഷൻ രൂപവൽക്കരിക്കാനുള്ള സർക്കാർ തീരുമാനം സ്വാഗതാർഹമാണെന്ന് മൈനോറിറ്റി വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന സമിതി അഭിപ്രായപ്പെട്ടു. ന്യൂനപക്ഷത്തിന് അവകാശപ്പെട്ട ക്ഷേമ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്താനും അതിക്രമമുണ്ടാകുമ്പോൾ കുറ്റവാളികൾക്കെതിരെ ശക്തമായ നിലപാടെടുക്കാനും അവകാശമുള്ള കമ്മീഷൻ നിലവിൽ വരുമ്പോൾ മുസ്ലിങ്ങളടക്കമുള്ള ന്യൂനപക്ഷങ്ങൾക്ക് സുരക്ഷിത ബോധമുണ്ടാകുമെന്നും യോഗം അഭിപ്രായപ്പെട്ടു. PMS തങ്ങൾ, ഡോക്ടർ M അബ്ദുൽ അസീസ് ഫൈസി, ഡോക്ടർ PA മുഹമ്മദ് കുഞ്ഞി സഖാഫി, പ്രൊഫസർ KM റഹീം, പ്രൊഫസർ AK അബ്ദുൽ ഹമീദ് തുടങ്ങിയവർ സംബന്ധിച്ചു. ഗൾഫ് വാർത്തകൾ.
ഫലസ്തീൻ ജനതയോടുള്ള ഉത്തരവാദിത്തം രാജ്യാന്തര സമൂഹം നിർവഹിക്കണമെന്ന് UAE വിദേശകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹിയാൻ പറഞ്ഞു. ഗസയിൽ ഇസ്രായേൽ തുടരുന്ന ബോംബാക്രമണം അവസാനിപ്പിക്കാൻ രാജ്യാന്തര സമൂഹം അടിയന്തരമായി ഇടപെടണം. പ്രത്യേകിച്ച് ഐക്യരാഷ്ട്ര സംഘടനയും അതിന്റെ സുരക്ഷാ കൌൺസിലും അമേരിക്കയും പ്രശ്നം പരിഹരിക്കുന്നതിൽ തങ്ങളുടെ ഉത്തരവാദിത്തം നിർവഹിക്കണം. ഫലസ്തീൻ ജനതയ്ക്കെതിരായ ഇരട്ടത്താപ്പ് നയം അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. UAEയിൽ സന്ദർശനത്തിനെത്തിയ ജോർദാൻ വിദേശകാര്യമന്ത്രി നാസർ ജാദയോടൊപ്പം UAE വിദേശകാര്യ മന്ത്രാലയ ആസ്ഥാനത്ത് നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് ഷെയ്ഖ് അബ്ദുള്ള ഇക്കാര്യം വ്യക്തമാക്കിയത്. ഫലസ്തീൻ പ്രദേശങ്ങളിൽ ഇസ്രായേൽ തുടരുന്ന അധിനിവേശമാണ് പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണമെന്നും ഇത് ധാർഷ്ട്യമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇസ്രായേലിന്റെ അധിനിവേശം അവസാനിപ്പിക്കണമെന്ന വ്യക്തമായ സന്ദേശമാണ് ഗസയിലെ സംഭവ വികാസങ്ങൾ നൽകുന്നത്. ഈ അധിനിവേശം തുടർന്നാൽ അറബ് മേഖലയിൽ സമാധാനം നിലനിൽക്കില്ലെന്നും ഷെയ്ഖ് അബ്ദുള്ള ഓർമ്മിപ്പിച്ചു. സൗദിയിലേക്ക് ജോലി ആവശ്യാർത്ഥമോ ഹജ്ജ് ഉംറ തീർത്ഥാടനത്തിനോ വരുന്നവർ വിരലടയാളം, ഫോട്ടോ തുടങ്ങിയ ജൈവ വിവരങ്ങൾ സ്വദേശത്ത് നിന്ന് നൽകണമെന്ന നിയമത്തിന് സൗദി മന്ത്രിസഭ അംഗീകാരം നൽകി. ശസ്ത്രക്രിയയെ തുടർന്ന് ആശുപത്രിയിൽ കഴിയുന്ന അബ്ദുള്ള രാജാവിന്റെ അഭാവത്തിൽ കിരീടാവകാശി അമീർ സൽമാൻ ബിൻ അബ്ദുൽ അസീസിന്റെ അധ്യക്ഷതയിൽ തലസ്ഥാനത്തെ അലിയമാമ കൊട്ടാരത്തിൽ ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗമാണ് വിദേശ വിസക്കാരെയും തീർത്ഥാടകരെയും ബാധിക്കുന്ന സുപ്രധാന നിയമത്തിന് അംഗീകാരം നൽകിയത്. വിദേശകാര്യമന്ത്രി സമർപ്പിച്ച ശുപാർശയ്ക്ക് മന്ത്രിസഭ അംഗീകാരം നൽകുകയായിരുന്നെന്ന് മന്ത്രിസഭാ തീരുമാനങ്ങൾ മാധ്യമങ്ങൾക്ക് വിശദീകരിച്ച സാംസ്കാരിക വാർത്താവിനിമയ മന്ത്രി ഡോക്ടർ അബ്ദുൽ അസീസ് മുഹീദ്ദീൻ ഖ്വാജ പറഞ്ഞു. വിദേശ രാജ്യങ്ങളിലെ സൗദി എംബസികളിലും കോൺസുലേറ്റുകളിലും വിസ നടപടികൾ പൂർത്തിയാക്കാൻ അംഗീകാരമുള്ള ഏജൻസികൾ മുഖേനയാണ് വിരലടയാളം നൽകേണ്ടത് എന്നതിനാൽ അത്തരം ഏജൻസികൾ ഇതിനുള്ള സൗകര്യങ്ങൾ കൂടി ഒരുക്കിയിരിക്കണം. തൊഴിലാളികളും തീർത്ഥാടകരും സൗദിയിൽ വന്നിറങ്ങുമ്പോൾ നൽകിയിരുന്ന ജൈവ വിവരങ്ങൾ വിസയടിക്കുന്നതിന്റെ ഭാഗമായി സ്വദേശത്ത് വെച്ച് നൽകുന്നതിലൂടെ സൗദിയിലെ എമിഗ്രേഷൻ നടപടികൾ ലളിതമായി തീരുമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കേരളത്തിൽ IIT കൊണ്ടുവരാൻ വീണ്ടും ശ്രമം നടത്തുമെന്ന് കേന്ദ്ര മാനവ വിഭവശേഷി വികസന സഹമന്ത്രി ശശി തരൂർ പറഞ്ഞു. ഇന്ത്യൻ യുവതയുടെ വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്താനുള്ള നടപടികൾക്കാണ് പ്രാഥമിക പരിഗണന നൽകുകയെന്നും അദ്ദേഹം വ്യക്തമാക്കി. പുതിയ പുസ്തകമായ പാക്സ് ഇൻഡിക്കയുടെ മിഡിൽ ഈസ്റ്റ് പ്രകാശനത്തിനായി ദുബൈയിലെത്തിയ തരൂർ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു. ഓരോ സംസ്ഥാനത്തിനും ഒരു കേന്ദ്ര സർവകലാശാലയോ IITയോ നൽകണമെന്നതാണ് കേന്ദ്ര നിലപാട്. 2 തവണ ചർച്ച നടന്നെങ്കിലും IIT കേരളത്തിന് നഷ്ടപ്പെട്ടു. കാസർഗോഡ് കേന്ദ്ര സർവകലാശാല അനുവദിച്ചതിനാൽ ഇനി അതിന് എത്രമാത്രം സാധ്യതയുണ്ടെന്ന് അറിയില്ല. എങ്കിലും മൂന്നാമതൊരു ചർച്ച കൂടി നടത്തുമെന്നും മന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഇനിയുള്ള 1.5 വർഷക്കാലം ഇതിനായുള്ള ശ്രമങ്ങൾ തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. നാം ചേർന്നിടാം ഈ സ്നേഹജാലകത്തിൽ, നേരിന്റെ സാഗരത്തിൽ, നിസ്തുല്യ വിസ്മയത്തിൽ. നാം ചേർന്നിടാം ഈ സ്നേഹജാലകത്തിൽ, നേരിന്റെ സാഗരത്തിൽ, നിസ്തുല്യ വിസ്മയത്തിൽ. ശോഭിതം KMIC താരകം നേരിൻ സാക്ഷി, ശോഭിതം KMIC താരകം നേരിൻ സാക്ഷി. നാം ചേർന്നിടാം ഈ സ്നേഹജാലകത്തിൽ, നേരിന്റെ സാഗരത്തിൽ, നിസ്തുല്യ വിസ്മയത്തിൽ. ശോഭിതം KMIC താരകം നേരിൻ സാക്ഷി, ശോഭിതം KMIC താരകം നേരിൻ സാക്ഷി. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. കോഴിക്കോട് കാരന്തൂർ മർക്കസ് സഖാഫത്ത് സുന്നിയുടെ സഹകരണത്തോടെ നിർമ്മിച്ചതും മർക്കസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതുമായ മസ്ജിദുകളുടെ ഭാരവാഹികളെയും ഇമാമുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നവംബർ 22 വ്യാഴാഴ്ച 2 മണിക്ക് കാരന്തൂർ മർക്കസ് നഗറിൽ സംഘടിപ്പിക്കുന്ന മസ്ജിദ് അലയൻസ് കോൺഫറൻസിൽ ബന്ധപ്പെട്ട എല്ലാ പള്ളികളുടെയും പ്രധാന ഭാരവാഹികളും ഖത്തീബുമാരും സംബന്ധിക്കണമെന്നും ഈ സമ്മേളനം വൻ വിജയമാക്കണമെന്നും മർക്കസ് ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അഭ്യർത്ഥിച്ചു.
ഗസയിലെ ആക്രമണം വ്യാപിപ്പിക്കുമെന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രസ്താവനയുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യ ഇസ്രായേൽ നയതന്ത്ര ബന്ധം ഉപേക്ഷിച്ച് പീഡിത വിഭാഗത്തിന്റെ പക്ഷം ചേരണമെന്ന് സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ SMA ആവശ്യപ്പെട്ടു. നിസ്സഹായരായ ജനതയെ അതിക്രൂരമായി കൊന്നൊടുക്കുന്ന ഇസ്രായേലിനെ പിന്തിരിപ്പിക്കാൻ ഇന്ത്യ മുന്നിട്ടിറങ്ങണമെന്നും യോഗം ആവശ്യപ്പെട്ടു. സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി, KK അഹമ്മദ് കുട്ടി മുസ്ലിയാർ കട്ടിപ്പാറ, PS തങ്ങൾ തുടങ്ങി നിരവധി പ്രമുഖർ യോഗത്തിൽ സംബന്ധിച്ചു. ഡിസംബർ 21, 22, 23 തീയതികളിൽ നടക്കുന്ന മുഹിമ്മത്ത് 20ാം വാർഷിക സമ്മേളന പ്രചാരണത്തിന് ഉടുപ്പി ജില്ലാ പ്രചാരണ സമിതി രൂപവൽക്കരിച്ചു. ഉടുപ്പി സിറ്റി ബസ് സ്റ്റാൻഡ് പരിസരത്തെ അഞ്ചുമാൻ മസ്ജിദ് കോമ്പൗണ്ടിൽ നടന്ന വിപുലമായ കൺവെൻഷൻ മുഹിമ്മത്ത് ശരിയത്ത് കോളേജ് വൈസ് പ്രിൻസിപ്പൽ അബ്ദുറഹ്മാൻ അഹ്സനി ഉദ്ഘാടനം ചെയ്തു. SSF ഉടുപ്പി ജില്ലാ പ്രസിഡന്റ് അബൂബക്കർ പരപ്പു അധ്യക്ഷത വഹിച്ചു. മൂസ സഖാഫി കളത്തൂർ മുഖ്യ പ്രഭാഷണം നടത്തി. അബ്ദുൽ ഖാദർ സഖാഫി മൊഗ്രാൽ വിഷയാവതരണം നടത്തി. മുഹിമ്മത്ത് 20ാം വാർഷികത്തിന്റെ ഭാഗമായി മുഹിമ്മത്ത് ഓൺലൈനും മുഹിമ്മത്ത് ഖുർആൻ റിസർച്ച് സെന്ററും സംയുക്തമായി നടത്തുന്ന ഓൺലൈൻ ഖുർആൻ വിജ്ഞാന പരീക്ഷയുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ സമസ്ത സെക്രട്ടറി കാന്തപുരം AP മുഹമ്മദ് മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. വിശുദ്ധ ഖുർആനിന്റെ കാലിക പ്രസക്തിയും ഖുർആൻ മുന്നോട്ട് വെക്കുന്ന സന്ദേശങ്ങളും ഓൺലൈൻ വഴി പൊതുജനങ്ങളിൽ എത്തിക്കുന്നതിനാണ് മുഹിമ്മത്ത് വിജ്ഞാന പരീക്ഷ ഒരുക്കുന്നത്. മലയാളം വായിക്കാൻ അറിയാവുന്ന ആർക്കും മത്സരത്തിൽ പങ്കാളികളാവാം. ഒബ്ജക്റ്റ് ടൈപ്പിലുള്ള ചോദ്യങ്ങൾക്ക് നേരെ കൊടുത്തിരിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് ശരി സെലക്ട് ചെയ്യുക മാത്രമാണ് മത്സരാർത്ഥികൾ ചെയ്യേണ്ടത്. നവംബർ 25 മുതൽ ഡിസംബർ 10 വരെയാണ് ഒന്നാം ഘട്ട മത്സരങ്ങൾ. പ്രസ്തുത തീയതിക്കുള്ളിൽ മുഹിമ്മത്ത് വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന നിശ്ചിത ചോദ്യങ്ങൾക്ക് ഉത്തരം സെലക്ട് ചെയ്യേണ്ടതാണ്. 1ഉം 2ഉം ഘട്ട മത്സരങ്ങളിൽ കൂടുതൽ മാർക്ക് നേടുന്നവർക്ക് സർട്ടിഫിക്കറ്റും സമ്മാനങ്ങളും നൽകും. വിശദവിവരങ്ങൾ muhimmat.com ലഭ്യമാണ്. യോഗത്തിൽ മുഹിമ്മത്ത് ജനറൽ സെക്രട്ടറി BS അബ്ദുള്ള കുഞ്ഞി ഫൈസി അധ്യക്ഷത വഹിച്ചു. ജനറൽ മാനേജർ AK ഇസുദ്ദീൻ സഖാഫി ഉദ്ഘാടനം ചെയ്തു. SSF ബാംഗ്ലൂർ ജില്ലാ കമ്മിറ്റി ഡിസംബർ 9 നടത്തുന്ന പ്രൊഫഷണൽ കോൺഫറൻസിന് സ്വാഗത സംഘം രൂപവൽക്കരിച്ചു. മുനീർ ഡബിൾ റോഡ് ചെയർമാനും ഷിഹാബ് JC നഗർ കൺവീനറും ഉമർ KK ട്രഷററായും കമ്മിറ്റി നിലവിൽ വന്നു. സമ്മേളനത്തിന്റെ ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ പുതിയ കർമ്മസമിതിയും നിലവിൽ വന്നു. കൊടിയത്തൂർ തെറബിയത്ത് സ്റ്റുഡൻസ് അസോസിയേഷൻ വിദ്യാർത്ഥികൾക്കായി വ്യക്തിത്വ വികസന ക്ലാസ് നടത്തി. ക്ലാസിന് ഡോക്ടർ സലാം ഓമശ്ശേരി നേതൃത്വം നൽകി. ആഷിഖ് റസൂൽ ഷേഖുന കുണ്ടൂർ ഉസ്താദ് 7ാമത് ഉറൂസ് മുബാറക്ക് സ്നേഹ ജനസംഗമം ഇന്ന് വൈകുന്നേരം 7 മണിക്ക് കുണ്ടൂർ ഗൗസിയ നഗറിൽ നടക്കും. വളണ്ടിയർ ആവാൻ താൽപര്യമുള്ള SSF, SYS, SJM, SBS പ്രവർത്തകരും ഉസ്താദിന്റെ മുഹിബ്ബീങ്ങളും കൃത്യസമയത്ത് എത്തിച്ചേരണമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ അറിയിച്ചു. കോഴിക്കോട് ജില്ലാ ജമിയത്തുൽ മുഅല്ലിമീന്റെ ആഭിമുഖ്യത്തിൽ സഹോദരിമാരെ ഉത്ബുദ്ധരാക്കാനും കൂടുതൽ അറിവ് നൽകാനും വേണ്ടി ആവിഷ്കരിച്ച പുതിയ പാഠ്യപദ്ധതിയായ നോളജ് ഇറ പഠന ക്ലാസിന്റെ ഉദ്ഘാടനം ഇന്നുച്ചയ്ക്ക് 2 മണിക്ക് കുന്നമംഗലം സുന്നി മദ്രസയിൽ നടന്നു. പ്രധാനപ്പെട്ട 10 വിഷയങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ ക്ലാസുകൾ ആരംഭിക്കുന്നത്. ഇതിന് ഓരോ വിഷയത്തിനു വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ കൈപ്പുസ്തകങ്ങൾ പഠിതാക്കൾക്ക് നൽകും. 10 മാസം കാലാവധിയുള്ള ക്ലാസുകൾക്ക് പ്രത്യേകം പരിശീലനം ലഭിച്ച അധ്യാപകരാണ് നേതൃത്വം നൽകുക. കോഴ്സിന്റെ അവസാനം പരീക്ഷകൾ നടക്കും. 1, 2, 3 സ്ഥാനങ്ങൾ നേടുന്നവർക്ക് സ്വർണം സമ്മാനമായി നൽകും. തിരുവണ്ണൂർ SYS SSF സംയുക്താഭിമുഖ്യത്തിൽ തിരുവണ്ണൂർ ബസാറിൽ നാളെ വൈകിട്ട് 7 മണിക്ക് ആദർശ പ്രഭാഷണം നടക്കും. വഹാബിസം വിചാരണ ചെയ്യപ്പെടുന്നു എന്ന ശീർഷകത്തിൽ LCD ക്ലിപ്പിംഗ് സഹിതം അലവി സഖാഫി കൊളത്തൂർ വിഷയം അവതരിപ്പിച്ച് സംസാരിക്കും. സയ്യിദുട്ടി മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. സയ്യിദ് സ്വാലിഹ് അൽ ജിഫ്രി, മുല്ലക്കോയത്തങ്ങൾ, സുബൈർ അഹ്സനി തുടങ്ങിയ പ്രമുഖർ സംബന്ധിക്കും. മർക്കസ് സമ്മേളന പ്രചാരണാർത്ഥം കോഴിക്കോട് ജില്ലയിലെ മർക്കസ് ശരീഅത്ത് കോളേജ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ കൊടുവള്ളിയിൽ പ്രചാരണ റാലി സംഘടിപ്പിച്ചു. MPC ആശുപത്രിയുടെ സമീപത്ത് നിന്നാരംഭിച്ച റാലി ടൗൺ ചുറ്റി മാർക്കറ്റ് പള്ളിക്ക് സമീപം സമാപിച്ചു. സയ്യിദ് ഷെരീഫ് കരുവന്തിരുത്തി, ജമീർ അടക്കര തുടങ്ങി നിരവധി പ്രമുഖർ നേതൃത്വം നൽകി.
മർക്കസ് 35-ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള താമരശ്ശേരി മേഖല പ്രചാരണ സമ്മേളന സ്വാഗത സംഘ രൂപവൽക്കരണ യോഗം നാളെ വൈകിട്ട് 7 മണിക്ക് കൈതപ്പൊയിൽ മസ്ജിദ് സ്വഹാബയിൽ ചേരും. മേഖലയിലെ ജമിയത്തുൽ മുഅല്ലിമീൻ, SYS, SMA, SSF ഭാരവാഹികൾ പങ്കെടുക്കണമെന്ന് കൺവീനർ അറിയിച്ചു. ജാമിയ സാദിയ ശരീഅത്ത് കോളേജ് പൂർവ്വ വിദ്യാർത്ഥി സംഘടന മജ്ലിസ് ഉലമ സൈദിയീൻ സംഘടിപ്പിക്കുന്ന സൈദി സംഗമവും PA അബ്ദുള്ള മുസ്ലിയാരുടെ അനുസ്മരണവും നാളെ നടക്കും. നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് ആരംഭിക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ ആലിക്കുഞ്ഞി മുസ്ലിയാർ ഷിറിയ അനുസ്മരണ പ്രഭാഷണം നടത്തും. സയ്യിദ് മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി പൊസോട്ട് ദിക്ർ മജ്ലിസിന് നേതൃത്വം നൽകും. 4 മണിക്ക് നടക്കുന്ന സൈദി സംഗമവും ജനറൽ ബോഡിയും MA അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ സയ്യിദ് KS ആറ്റുകയത്തങ്ങൾ കുമ്പോൾ ഉദ്ഘാടനം ചെയ്യും. AK അബ്ദുറഹ്മാൻ മുസ്ലിയാർ ഉദ്ബോധനം നടത്തും. മഗ്രിബ് നിസ്കാരാനന്തരം കോടമ്പുഴ ബാബു മുസ്ലിയാർ ക്ലാസ് എടുക്കും. സയ്യിദ് ഇസ്മായിൽ ഹാദി തങ്ങൾ, AP അബ്ദുള്ള മുസ്ലിയാർ, മാണിക്കോത്ത് തുടങ്ങിയ പ്രമുഖ പണ്ഡിതർ പരിപാടിയിൽ സംഗമിക്കും. മർക്കസ് 35-ാം വാർഷിക സമ്മേളന വളണ്ടിയേഴ്സ് ഫോറം രൂപവൽക്കരണം ഈ മാസം 25-ന് വൈകിട്ട് 6 മണിക്ക് മർക്കസിൽ നടക്കും. സമ്മേളനത്തിന്റെ വിവിധ സെഷനുകളിലേക്കും പൊതുസമ്മേളനത്തിലേക്കുമുള്ള വളണ്ടിയർമാരായി സേവനം ചെയ്യാൻ താൽപര്യമുള്ളവർ പാസ്പോർട്ട് സൈസ് ഫോട്ടോയുമായി യോഗത്തിനെത്തണമെന്ന് വളണ്ടിയർ കോർ കൺവീനർ PR സക്കീർ അറിയിച്ചു. സുന്നി വോയ്സ് വരിക്കാരുടെ ഡാറ്റ സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നതിനുള്ള സമയം നവംബർ 25 വരെ നീട്ടി. വരിക്കാരുടെ ലിസ്റ്റും വരിസംഖ്യയും അനുബന്ധ ഫോമുകളും സംസ്ഥാന ഓഫീസിൽ ഡിസംബർ 3-ന് തിങ്കളാഴ്ച വൈകിട്ട് 5 മണിക്ക് മുമ്പായി ജില്ലാ സെക്രട്ടറിയെ ഏൽപ്പിക്കണമെന്ന് കോഴിക്കോട് ഓഫീസിൽ നിന്ന് അറിയിച്ചു. RC സാഹിത്യോത്സവ് വാർത്തകൾ. മാപ്പിള കലയുടെ തനതായ സന്ദേശം സമൂഹത്തിലെത്തിക്കുന്നതിനും പുതുതലമുറയിൽ ധർമാധിഷ്ഠിത സാഹിത്യ വ്യാപനത്തിനും വിദ്യാർത്ഥി യുവജനങ്ങളിലെ സർഗപ്രതിഭ കണ്ടെത്തി ആവശ്യമായ പരിശീലനങ്ങൾ നൽകി പൊതുസമൂഹത്തിന് ഉപയുക്തമായ വഴിയിൽ വിനിയോഗിക്കുവാനും പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ 19 വർഷമായി SSF കേരളത്തിൽ നടത്തിവരുന്ന സാഹിത്യോത്സവിന്റെ ഭാഗമായി പ്രവാസി ലോകത്ത് റിസാന സ്റ്റഡി സർക്കിൾ RSC സംഘടിപ്പിക്കുന്ന സാഹിത്യോത്സവങ്ങൾക്ക് സൗദിയിൽ തുടക്കമായി. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിൽ പ്രൈമറി തലം മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാർത്ഥികളും ജനറൽ വിഭാഗത്തിൽ 30 വയസ്സ് വരെയുള്ളവരുമാണ് 40 കലാസാഹിത്യ ഇനങ്ങളിൽ മത്സരിക്കുക. ദേശീയ സാഹിത്യോത്സവ് ഡിസംബർ 6-ന് റിയാദിൽ നടക്കും. സൗദിയിലെ 20 സോണുകളിൽ നിന്നായി മത്സരിച്ച് വിജയിച്ച 500-ൽ പരം പ്രതിഭകളാണ് റിയാദിൽ വെച്ച് നടക്കുന്ന ദേശീയ സാഹിത്യോത്സവിൽ മാറ്റൊരുക്കുന്നത്. ദേശീയ സാഹിത്യോത്സവിന്റെ സംഘാടനത്തിനായി 101 അംഗ സ്വാഗത സംഘം രൂപവൽക്കരിച്ചു. ഭാരവാഹികളായി TSA തങ്ങൾ ചെയർമാനും ഇഹ്തിശാം തലശ്ശേരി ജനറൽ കൺവീനറും ആലിയ ഫുഡ്സ് MD എഞ്ചിനീയർ നജീബ് മൂസ ട്രഷററായും തിരഞ്ഞെടുത്തു. സാഹിത്യോത്സവ് സ്വാഗത സംഘം ഓഫീസ് TP ആലിക്കുഞ്ഞി മൗലവി ഉദ്ഘാടനം ചെയ്തു. രൂപീകരണ യോഗം സോൺ ചെയർമാൻ അബ്ദുൽ ബാരി പെരുവമ്പലത്തിന്റെ അധ്യക്ഷതയിൽ ICF റിയാദ് സെൻട്രൽ കമ്മിറ്റി സെക്രട്ടറി നിസാർ കാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. RSC ദേശീയ നിർവാഹക സമിതി അംഗം ജാബിർ അലി പത്തനാപുരം മുഖ്യ പ്രഭാഷണം നടത്തി. മുഹമ്മദ് കുട്ടി സഖാഫി ഒളമതിൽ, ഷൌക്കത്ത് സൈദി എന്നിവർ പ്രസംഗിച്ചു. ഇഹ്തിശാം തലശ്ശേരി സ്വാഗതം പറഞ്ഞു. റിയാദിലെ ബദിയ, ബത്ഹ, ഒലയ എന്നീ സെക്ടറുകളുടെ സാഹിത്യോത്സവങ്ങൾ അടുത്ത വ്യാഴം, വെള്ളി ദിവസങ്ങളിലായി റിയാദിൽ നടക്കും. ഫലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം മാനവികതയ്ക്ക് നേരെയുള്ള യുദ്ധപ്രഖ്യാപനമാണെന്ന് റിസാല സ്റ്റഡി സർക്കിൾ സൗദി നാഷണൽ കമ്മിറ്റി അഭിപ്രായപ്പെട്ടു. ഇസ്രായേൽ ആക്രമണത്തിൽ ലോകമനസാക്ഷിയെ മരവിപ്പിക്കുന്നതാണ്. പതിറ്റാണ്ടുകളായി വെടിപ്പാടുകളും ചോരച്ചാലുകളും ഭയന്ന് ജീവിക്കുന്ന ഫലസ്തീനിലെ മനുഷ്യരെ ഇനിയും കൊന്നൊടുക്കരുത്. ഇസ്രായേലിന്റെ നരവേട്ടയ്ക്കെതിരെ അന്താരാഷ്ട്ര സമൂഹം ഉണരേണ്ടതുണ്ട്. ഇസ്രായേൽ ആക്രമണത്തിനെതിരെ മാനവികതയെ ഉണർത്തുന്നു എന്ന സന്ദേശത്തിൽ റിസാല സ്റ്റഡി സർക്കിൾ ഗൾഫിൽ 50 കേന്ദ്രങ്ങളിൽ ഈ ആഴ്ച മാനവിക കൂട്ടായ്മ സംഘടിപ്പിക്കും.
സോൺ കേന്ദ്രങ്ങളിൽ നടക്കുന്ന കൂട്ടായ്മകളിൽ സാമൂഹിക സാംസ്കാരിക വ്യക്തിത്വങ്ങൾ സംബന്ധിക്കും. യുദ്ധത്തിനെതിരെ സമാധാനത്തിന്റെ സന്ദേശം അറിയിച്ച് സമൂഹ ചിത്രരചന, കവിതാരചന, പ്രാർത്ഥനാ സംഗമം തുടങ്ങിയ പരിപാടികളും സോൺ, സെക്ടർ, നാഷണൽ ഘടകങ്ങളിൽ സംഘടിപ്പിക്കുമെന്ന് RSC നാഷണൽ ഭാരവാഹികൾ അറിയിച്ചു. KMIC വാർത്തകൾ. KMICയിൽ അല്പസമയത്തിനകം പാലക്കാട് നിന്നും തൗഹീദ് അചഞ്ചലമാണ് എന്ന ശീർഷകത്തിൽ SYS നടത്തുന്ന ക്യാമ്പയിനിന്റെ ഭാഗമായി സുന്നി ആദർശ സമ്മേളനത്തിൽ വഹാബ് സഖാഫി മമ്പാട് പ്രഭാഷണം നടത്തുന്നു. തത്സമയം KMIC സംപ്രേഷണം ചെയ്യും. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗസയിൽ ഇസ്രായേൽ ആക്രമണം 7ാം ദിവസവും തുടരുന്നു. ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 105 കവിഞ്ഞു. US യുദ്ധക്കപ്പലുകൾ ഗസയിലേക്ക്. ഫലസ്തീൻ ജനതയോടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുക UAE വിദേശകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള. എൻഡോസൾഫാൻ ഹാനികരമാണെന്ന് ഒരു സംസ്ഥാനവും അറിയിച്ചിട്ടില്ലെന്ന് വിദഗ്ധ സമിതി. ന്യൂനപക്ഷ കമ്മീഷൻ സർക്കാർ തീരുമാനം സ്വാഗതാർഹമാണെന്ന് മൈനോറിറ്റി വെൽഫെയർ അസോസിയേഷൻ. ഇസ്രായേൽ ആക്രമണം ഇന്ത്യ ഇടപെടണമെന്ന് സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ. ഇതോടെ KMIC ന്യൂസ് ടൈം സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 6:30 കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിൽ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്ന വാർത്തകളും KMIC ന്യൂസ് ടൈമിന് അയക്കുക. അയക്കേണ്ട വിലാസം kmicnewstime@gmail.com. ഏറ്റവും പുതിയ വാർത്തകൾ ലഭിക്കാൻ സന്ദർശിക്കുക www.sunnyonlinenews.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.